ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? ബീഫ് കറി. അത് കഴുകി വാരി വെച്ചിരുന്ന് അതെടുത്ത് ഇടുക. എന്നിട്ട് ഇത്തിരി മുളക് മഞ്ഞൾ പൊടി പുരട്ടി വയ്ക്കുക. ഓക്കെ. പൊടി ഇടുക. എന്നിട്ട് ഒന്ന് ഇളക്കി വയ്ക്കണം. എന്നിട്ട് സവാള, തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പച്ചമുളക്, കരിയാപ്പില, മല്ലിയില, എരിയുള്ള മുളക് പൊടി, വിരിയമുളകിൻ്റെ 2 സ്പൂൺ പൊടി, മഞ്ഞൾ പൊടി, ഇനി കറി മസാല, കടുക്, പെരുംജീരകം, ഗരം മസാല എടുത്ത് തരാം. പെരുംജീരകം, മഞ്ഞൾ, കടുക്, ഗരം മസാല, ഉലുവ. ഓക്കെ. ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, ബീഫ് മസാല, മല്ലിപ്പൊടി, കുരുമുളക് ചതച്ചത്. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകട്ടെ. വെള്ളം അടുപ്പ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് വേണം ഇറച്ചി കറി വേവിക്കാൻ. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കറുവാപ്പട്ട ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഉലുവ പൊട്ടി ഇനി കടുകിടാം. കടുകിട്ട് കൊടുക്കുക. ഇത്തിരി പെരുംജീരകം ഇട്ട് കൊടുക്കുക. കടുക് ഉലുവായും പൊട്ടി വരുമ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ട് ഉള്ളി ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണമൊക്കെ മാറി ഇനി സവാള ഇട്ട് കൊടുക്കാം. അരിഞ്ഞിട്ടിരുന്ന സവാള ഇട്ട് കൊടുത്ത് സവാളയിൽ ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. നല്ല വഴണ്ട് വരട്ടെ. വഴണ്ട് വന്നിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് ഇനി ഒന്ന് ഇളക്കി എടുക്കാം. ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഉള്ളിയൊക്കെ വഴണ്ട് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കണം. അല്ല, മുളക് പൊടി ഇട്ട് കൊടുത്ത് അത് മൂക്കുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാവും. അല്ലെങ്കിൽ മുളക് മൂക്കത്തില്ല. തക്കാളി ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാലേ മുളക് പൊടി ചുവന് മൂത്ത് വരത്തില്ല, മുക്കാൻ താമസിക്കും. അതുകൊണ്ട് മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് തക്കാളി ഇടാവും.
ടിപ്സാണ് ഗൈസ്. ഉള്ളിയൊക്കെ അങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ച മസാലപ്പൊടി ചേർക്കാം. തീ കുറച്ചിട്ട് മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. മാറി വരുമ്പോൾ വരെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് വെക്കുക. സൈഡിലുള്ള തക്കാളി മസാലപ്പൊടി എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തിലോട്ട് ഇറച്ചി ഇട്ട് കൊടുക്കാം. ബീഫ് മഞ്ഞൾ പൊടി വരട്ടി വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കുക. അരപ്പെല്ലാം ആകുന്ന വരെ ഒന്ന് എല്ലാം പുരട്ടി കൊടുക്കും. തീ കൂട്ടി കൊടുക്കാം. തീ കൂട്ടി ഇട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഈ പഴണ്ട് നല്ല വേവ് കാണും. അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഇറക്കി ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാം. കറി തിളച്ച് വേകുന്ന ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതീയിൽ കിടന്ന് അങ്ങനെ വേവട്ടെ. കറി ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. ചെന്ത് ഇനി കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കുക. അങ്ങനെ ബീഫ് കറി റെഡിയായി. എല്ലാം വെന്തിട്ടുണ്ട്. ചാറ് വറ്റി വന്നു. ഉപ്പൊക്കെ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.